നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്രം GST നടപ്പിലാക്കിയതിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. KN ബാലഗോപാൽ. കോഴിക്കോട് അടച്ചിട്ട കടമുറിയിൽ 6 മാസം പഴക്കമുള്ള തലയോട്ടി. ലോകകപ്പിൽ നിന്ന് സഞ്ജുവിനെ എഴുതി തള്ളാൻ കഴിയില്ലെന്ന് സുരേഷ് റെയ്ന. വാർത്തകൾ വിശദമായി. GST നടപ്പിലാക്കിയതിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ലെന്നും മന്ത്രി. കേന്ദ്രം സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ ദ്രോഹിക്കുകയാണ്. കേന്ദ്രം സംസ്ഥാനത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ചു. കേരളം സാമ്പത്തികമായി മുന്നേറി, അതേസമയം ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മോശമായെന്നും മന്ത്രി പറഞ്ഞു. MDയുടെ പ്രസ്താവനയിൽ വിവാദങ്ങൾ അനാവശ്യമായിരുന്നുവെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കോഴിക്കോട് വടകര കുഞ്ഞിപ്പള്ളിയിൽ അടച്ചിട്ട കടമുറിയിൽ തലയോട്ടി കണ്ടെത്തി. ദേശീയപാത നിർമ്മാണത്തിനായി കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനിടെയാണ് തൊഴിലാളികൾ തലയോട്ടി കണ്ടെത്തിയത്. പേപ്പർ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾക്കിടയിലാണ് മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തിയത്. തലയോട്ടിക്ക് 6 മാസത്തോളം പഴക്കമുണ്ടെന്ന് പ്രാഥമിക നിഗമനം. ഇനി കായിക വാർത്ത. സഞ്ജു സാംസണിന്റെ T20 ലോകകപ്പ് സാധ്യതകൾ വ്യക്തമാക്കി മുൻ ഇന്ത്യൻ താരം സുരേഷ് റെയ്ന. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിലെത്തിയതോടെയാണ് സഞ്ജുവിന്റെ സാധ്യതകൾ വർദ്ധിച്ചുവെന്ന് റെയ്ന വ്യക്തമാക്കിയത്. ലോകകപ്പ് ടീമിലെ വിക്കറ്റ് കീപ്പറാവാൻ കടുത്ത മത്സരം തന്നെ പ്രതീക്ഷിക്കാമെന്നും ഋഷഭ് പന്ത് ശാരീരിക ക്ഷമത വീണ്ടെടുത്ത് തിരിച്ചെത്തുകയും KN രാഹുൽ വിക്കറ്റ് കീപ്പറായി തിളങ്ങുകയും ചെയ്താലും ഇഷാൻ കിഷനും ജിതേഷ് ശർമ്മയും സഞ്ജു സാംസണുമെല്ലാം ഇന്ത്യൻ ടീമിലെ നിർണായക സ്ഥാനത്തേക്ക് മത്സരത്തിനുണ്ടാവുമെന്നും സുരേഷ് റെയ്ന പറഞ്ഞു. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.